നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പിന് ശ്രമം. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്തു. 4 ലക്ഷത്തിലധികം രൂപ വീണ്ടെടുത്തു. കരുതലും കൈത്താങ്ങുമായി മന്ത്രിമാർ. പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ സമാപനം. ലഭിച്ച 1675 അപേക്ഷകളിൽ 537 പരാതികൾ പരിഹരിച്ചു. വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഒരുങ്ങി മണിമല. ഹോളിമാഗി ഫൊറോന പള്ളിയിൽ ഡിസംബർ 31-ന് കൊടിയേറും. ബൈബിൾ കൺവെൻഷനും തുടക്കമാകും. മണ്ഡല മഹോത്സവത്തിന് ഈ മാസം 26-ന് സമാപനം. ശബരിമലയിൽ അയ്യപ്പന് തങ്ക അങ്കി ചാർത്തി മണ്ഡല പൂജ. വാർത്തകൾ വിശദമായി. വെർച്വൽ അറസ്റ്റ് എന്ന് വിശ്വസിച്ച് തട്ടിപ്പ് സംഘത്തിന് പണം കൈമാറിയ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിന് രക്ഷകരായി പോലീസ്. തട്ടിപ്പ് പോലീസിന് മുന്നിൽ ചങ്ങനാശ്ശേരി പോലീസ് എത്തിയതോടെ തട്ടിപ്പുകാർ വീഡിയോ കോൾ കട്ട് ചെയ്തു മുങ്ങി. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ നിന്നും ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറെ പോലീസ് രക്ഷപ്പെടുത്തി. പെരുന്നയിലെ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം രൂപയാണ് വെർച്വൽ അറസ്റ്റ് ചെയ്തവർ തട്ടിയെടുത്തത്. ചങ്ങനാശ്ശേരി പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചുപിടിച്ചു. മുംബൈ പോലീസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. ഡോക്ടർ അയച്ച പാഴ്സലിൽ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘം ഡോക്ടറെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള വ്യാജ അറസ്റ്റ് രേഖകൾ കാണിച്ചതോടെ ഡോക്ടർ ഭയന്നു. തന്റെ അക്കൗണ്ടിലെ 5 ലക്ഷം രൂപ ഉത്തരേന്ത്യ സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ശ്രദ്ധിച്ച ബാങ്ക് ജീവനക്കാർ ചങ്ങനാശ്ശേരി പോലീസിനെയും സൈബർ സെല്ലിനെയും അറിയിക്കുകയായിരുന്നുവെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓൾ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും ഇദ്ദേഹം പാനിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ്. ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 1930-ൽ വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ 5 ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ 4,65,000 രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു. ബാക്കി 65,000 രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ചങ്ങനാശ്ശേരി പോലീസിന്റെയും സൈബർ ഉദ്യോഗസ്ഥന്റെയും ഇടപെടൽ നിർണായകമായെന്നും SP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മന്ത്രിമാർ നേതൃത്വം നൽകിയ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ സമാപനം. അദാലത്തിൽ ജില്ലയിൽ 1675 അപേക്ഷകൾ ആകെ ലഭിച്ചു. 537 പരാതികൾ ഉടനടി പരിഹരിച്ചു. മന്ത്രിമാർ താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ അരികിലെത്തി പരാതികൾ കേട്ട് ഉടനടി പരിഹാര നടപടി കൈക്കൊള്ളുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ സമാപനം. 537 കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയാണ് 5 ദിവസങ്ങളിലായി നടന്ന അദാലത്ത് സമാപിച്ചത്. 5 താലൂക്കുകളിലായി നടന്ന അദാലത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും മുഴുവൻ സമയവും പങ്കെടുത്ത് പരാതിക്കാരെയും അപേക്ഷകരെയും കേട്ടു. ജില്ലയിൽ മൊത്തം 1675 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 537 എണ്ണത്തിന് അദാലത്തിൽ വെച്ച് തന്നെ പരിഹാരമുണ്ടാക്കി. 1138 അപേക്ഷകൾ 15 ദിവസത്തിനകം തീർപ്പാക്കി അപേക്ഷകരെ രേഖാമൂലം അറിയിക്കുന്നതിന് വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഓൺലൈനായി അപേക്ഷകൾ വിവിധ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അടിയന്തരമായി പരാതികൾ പരിഗണിച്ച് തീർപ്പാക്കാനാണ് സർക്കാർ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചൊവ്വാഴ്ച നടന്ന അദാലത്തിൽ മൊത്തം 288 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 138 അപേക്ഷകൾ ഉടൻ തീർപ്പാക്കി. മറ്റു പരാതികൾ 15 ദിവസത്തിനകം തീർപ്പാക്കി അപേക്ഷകനെ അറിയിക്കും. സാമൂഹികക്ഷേമ പെൻഷൻ അനുവദിക്കൽ, അപകടകരമായ മരങ്ങൾ മുറിക്കൽ, മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കൽ, സർവേ, വീടുകൾക്ക് സംരക്ഷണം ഒരുക്കൽ, ഭൂമി സംബന്ധമായ പരാതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള പരാതികൾ അദാലത്തിലൂടെ തീർപ്പാക്കി. എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരും പരാതികളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അദാലത്തിൽ സന്നിഹിതരായി. ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംവിധാനങ്ങളാണ് അദാലത്തിനായി ഒരുക്കിയിരുന്നത്. ദീർഘമായി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന പല പരാതികൾക്കും പരിഹാരവേദിയായി അദാലത്ത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഡിസംബർ 31 തുടക്കമാകും. ഇതോടൊപ്പം 48ാമത് ബൈബിൾ കൺവെൻഷനും തുടങ്ങും. മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാൾ ഡിസംബർ 31 മുതൽ ജനുവരി 7 വരെ ആഘോഷിക്കും. ഇതോടൊപ്പം 48ാമത് മണിമല ബൈബിൾ കൺവെൻഷനും ഇതോടൊപ്പം നടക്കും. മണിമല ഹോളി മാഗി ഇടവക സ്ഥാപിതമായിട്ട് 200 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. 2024 മെയ് 12 കർദിനാൾ ജോർജ് ആലാഞ്ചേരി പിതാവ് ഉദ്ഘാടനം ചെയ്ത ആഘോഷങ്ങൾക്ക് 2025 മെയ് 11 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമാപനം കുറിക്കും. ഈ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് 31-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞിട്ട് ഒരു 13 മണി ആരാധനയുണ്ട്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആരാധനയാണ്. അതിൻ്റെ സമാപനത്തിൽ വൈകുന്നേരം കൊടി കയറ്റിക്കൊണ്ട് തിരുനാൾ ആചരണം ആരംഭിക്കുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയും ആ കുർബാനയ്ക്ക് ശേഷം ജൂബിലിയുടെ ഒരു ഭാഗമായിട്ട് ഇടവകയിലുള്ള എല്ലാവരുടെയും എല്ലാ വാഹനങ്ങളും പള്ളി കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ആശീർവദിച്ച് വെഞ്ചരിക്കുന്ന ഒരു കർമ്മം കൂടി ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട്. ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു താന്നിയാത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ, TJ എബ്രഹാം തീമ്പലങ്ങാട്ട്, ജോസി വർഗീസ് ചെമ്മരപ്പള്ളിയിൽ, മനോജ് തോമസ് എന്നിവർ തിരുനാൾ സംബന്ധിച്ച വിശദീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവത്തിന് ഈ മാസം 26-ാം തീയതി സമാപനമാകും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ശബരിമലയിൽ മണ്ഡലപൂജ നടക്കും. മണ്ഡലകാല തീർത്ഥാടനത്തിന് ഈ മാസം 26-ന് സമാപനമാകും. 26-ന് ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ നടക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12-നും 12:30-നും മധ്യേ അയ്യപ്പസ്വാമിക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. അന്ന് രാത്രി നടയടയ്ക്കും. തന്ത്രിമാരായ കണ്ഠരര് രാജീവരര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ. 26-ന് പുലർച്ചെ 3:30 മുതൽ 11 മണി വരെ മാത്രമാണ് നെയ്യഭിഷേകം. മണ്ഡലപൂജ കഴിഞ്ഞതിനാൽ അന്ന് വൈകുന്നേരം 4 മണിക്ക് മാത്രമേ നട തുറക്കൂ. അന്നു രാത്രി നട അടച്ചതിനു ശേഷം മകരവിളക്ക് തീർത്ഥാടനത്തിനായി 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വീണ്ടും ശബരിമല നട തുറക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങളുമായി NHM എംപ്ലോയീസ് യൂണിയൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സൂചനാ പണിമുടക്ക് നടത്തി. തുടർന്ന് DPM ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. വിവിധ ആവശ്യങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് NHM എംപ്ലോയീസ് യൂണിയൻ CITU കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NHM ജീവനക്കാർ സൂചനാ പണിമുടക്കും DPM ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ഓഫീസ് ഉപരോധവും നടത്തി. ശമ്പളം മുടക്കിയതിനും എല്ലാ ജീവനക്കാർക്കും EPF അനുവദിക്കാത്തതിലും പ്രസവ അവധിയിലെ പോരായ്മകൾ പരിഹരിക്കാത്തതിലുമായിരുന്നു പ്രതിഷേധം. NHM EU ജില്ലാ സെക്രട്ടറി രജനി രാജ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV പ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. 100 ദിവസത്തെ തൊഴില് ഇന്ത്യൻ ഗ്രാമീണ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, 2014 ശേഷം കഴിഞ്ഞ 10 വർഷ കാലഘട്ടം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അത് 87,000 കോടിയാക്കി അതിന്റെ പദ്ധതി വിഹിതം, ബഡ്ജറ്റ് സപ്പോർട്ട് നിയമം കൊണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതാണ് ആ ഗ്രാമീണ ജനതയോട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിഹിതവും കേരള വിഹിതവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോ ബഡ്ജറ്റിലും കുറച്ചു കൊണ്ടുവന്നുകൊണ്ട് ഈ രംഗം കൈയിടുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു നിലപാട് എന്താണ്? സ്കീം വർക്കേഴ്സ് വേണ്ട. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം PK ആനന്ദക്കുട്ടൻ, NHM EU ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിഷ്, വൈസ് പ്രസിഡന്റ് അജോമോൻ KG എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്തിന്റെ സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ പൊൻകുന്നം CYMAയുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹോളി നൈറ്റ് 2024 എന്ന പേരിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 21-ന് വൈകുന്നേരം 5 മണിക്ക് പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയ അങ്കണത്തിൽ നിന്നും ഇടവക വികാരി ഫാദർ ജോണി ചെരിപ്പുറം ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയിൽ 200-ലധികം ക്രിസ്മസ് പാപ്പാമാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് ടോം വി സെബാസ്റ്റ്യൻ, സെക്രട്ടറി VD തോമസ്, വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി പർണശാല, പബ്ലിസിറ്റി കോർഡിനേറ്റർ മാത്യു പന്തിരുവേലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 21-ാം തീയതി 5:30 പള്ളി അങ്കണത്തിൽ നിന്ന് നമ്മുടെ ബഹുമാന്യരായ ഞങ്ങളുടെ ഡയറക്ടറും
പൊൻകുന്നം ഫൊറോനാപ്പള്ളി വികാരിയായ ജോണി ചെരുപുറം ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മൾ ടൗൺ ചുറ്റി ടൗണിൽ കൂടെ വന്നിട്ട് നമ്മുടെ ജോണിയുടെ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അവിടെ വന്ന് തിരിച്ചങ്ങോട്ട് പോയി KK റോഡ് SHUP സ്കൂളിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് പള്ളിയങ്കണത്ത് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ ഭക്ഷണത്തോടു കൂടി പിരിയുക എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു ചെറിയ ഗാനമേള പോലുള്ള സംവിധാനമൊക്കെ വെച്ച് പിരിയുക എന്നുള്ളതാണ് പ്രോഗ്രാം. അതിനോടനുബന്ധിച്ച് ആകാശവിസ്മയമുണ്ട്. അത് വലിയ തോതല്ല, എന്നാലും ഉണ്ട്. ചെറിയ തോതിലുള്ള ആ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ റാലിയോടനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് ചെണ്ടമേളമുണ്ട്, ഒരു 7 പ്ലോട്ടുകളുണ്ട്, ഒപ്പം ഒരു 200 പാപ്പാമാർ, അത് വനിതകളും ജെൻസുമായിട്ടുള്ള 200 പാപ്പാമാർ ഒരേ യൂണിഫോമിലാണ് അണിനിരക്കും. അതോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ഇറക്കുന്ന 2 കലാരൂപങ്ങളുണ്ട്. ഇന്ന് കുചേല ദിനം. ഗുരുവായൂർ ഉൾപ്പെടെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും കുചേല ദിനം ആചരിച്ചു. സർവ്വദുഃഖങ്ങളും അകറ്റി മോക്ഷപ്രാപ്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുന്നു. അവൽ ആണ് പ്രധാന നിവേദ്യം. പാലാ കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അവൽക്കിഴി സമർപ്പണവും നടന്നു. ഒരു അവൽക്കിഴിയുമായി തൻ്റെ സതീർത്ഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് തൻ്റെ ദാരിദ്ര്യം അറിയിക്കുവാനായി കുചേലൻ പോയ ദിവസമായ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായി ആചരിച്ചു വരുന്നു. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവൽക്കിഴി സമർപ്പണമാണ് ചടങ്ങ്. അവൽക്കിഴി സമർപ്പണം സർവ്വ ആവശ്യങ്ങളും നേടിത്തരുമെന്ന് ഭക്തർ പറയുന്നു. എല്ലാ വർഷവും ഇങ്ങനെ ഞാൻ വരാറുണ്ട്. ഇപ്പം ഞാൻ തുടർന്ന് വരുന്ന 1 കൊല്ലം കൊണ്ട് വരുന്നുണ്ട് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി. വേറെ എനിക്ക് എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ എല്ലാ കാര്യം വിചാരിച്ചാലും ഭഗവാൻ എനിക്ക് നടത്തി തരുന്നുണ്ട്. അതിനൊരു സന്തോഷവും സമാധാനവും. പാല കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും അവൽക്കിഴി സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ അവൽക്കിഴി സമർപ്പണം തുടങ്ങി. ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് പാല കുറിഞ്ഞിക്കാവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദ്വാരകയിൽ എത്തിയ കുചേലൻ കൃഷ്ണന്റെ കൊട്ടാരം കണ്ട് തിരികെ പോരാൻ തുടങ്ങിയപ്പോൾ വിവരം അറിഞ്ഞ ശ്രീകൃഷ്ണൻ തിരികെ വിളിച്ചുകൊണ്ടുവന്ന എല്ലാവിധ ആതിഥ്യമര്യാദയും നൽകി ആദരിച്ചതായും, സംഭാഷണത്തിനിടയിൽ കുചേലൻ മറച്ചു പിടിച്ചിരുന്ന അവൽപ്പൊതി ശ്രീകൃഷ്ണൻ കാണുകയും പിടിച്ചു മേടിച്ച് ഒരു പിടി അതിൽ നിന്നും കഴിക്കുകയും ചെയ്തു. കുചേലൻ തന്റെ ദാരിദ്ര്യം കൃഷ്ണനെ അറിയിച്ചില്ല. എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ ഒരുപിടി അവൽ കഴിച്ചപ്പോൾ തന്നെ കുചേലന്റെ വീട്ടിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി. കൃഷ്ണനോടൊപ്പം ഒരു ദിവസം ദ്വാരകയിൽ താമസിച്ച കുചേലൻ സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തന്റെ വീട് കൊട്ടാര സമ്മാനമായതും എല്ലാവിധ സൗഭാഗ്യങ്ങളും തനിക്ക് ലഭിച്ചതായും കണ്ടു. പിന്നീടുള്ള കാലം അവർ സുഖമായി ജീവിച്ചു. അതാണ് കുചേല ദിനം ആചരിക്കാനുള്ള കഥാസാരമായി ഭാഗവതത്തിൽ കാണുന്നത്. കുചേല ദിനത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ അവൽപ്പൊതി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് പ്രധാന ആചാരമായി നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാല. മലപ്പുറത്ത് നടന്ന കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഗെയിംസ് 2024 പവർ ലിഫ്റ്റിംഗിൽ കോട്ടയം ജില്ലയ്ക്കായി സോളമൻ തോമസും ഭാര്യ ക്രിസ്റ്റിയും സ്വർണ്ണ മെഡലുകൾ നേടി. സോളമൻ 105 കിലോ വിഭാഗത്തിലും ക്രിസ്റ്റി 63 കിലോ വിഭാഗത്തിലും മത്സരിച്ചാണ് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയത്. ദേശീയ മത്സരം ഹിമാചൽ പ്രദേശിൽ നടക്കും. എലിക്കുളം കൃഷിഭവൻ, ആത്മാ കോട്ടയം, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജൈവ സർട്ടിഫിക്കേഷൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി. ലാക്കോൺ കോർഡിനേറ്റർ ആശിഷ് പഠന പരിപാടികൾക്ക് നേതൃത്വം നൽകി. അഖിൽ അപ്പുക്കുട്ടൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ്, ഷിമിയ, രാഹുൽ GM തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ ജനറൽ ആശുപത്രിയിൽ ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തണമെന്ന ആവശ്യവുമായി മീനച്ചൽ പരാതി പരിഹാര അദാലത്തിൽ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ. ആശുപത്രിയിൽ പുതിയ രോഗനിർണയ ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. KM സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ആരോഗ്യവകുപ്പിന്റെ സമഗ്ര ഇടപെടൽ അഭ്യർത്ഥിച്ച നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ മീനച്ചിൽ താലൂക്ക് പരാതി പരിഹാര അദാലത്തിൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിന്റെയും PN വാസവന്റെയും ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. വിവിധ ചികിത്സാ വിഭാഗങ്ങളിലെ മാറ്റപ്പെട്ട ഡോക്ടർമാരുടെ ഒഴിവുകളിൽ നിയമന നടപടികൾ ഉണ്ടാവണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു. പകരം ക്രമീകരണം ഏർപ്പെടുത്താതെയാണ് ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെത്തുന്ന രോഗികളെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കേണ്ട സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ജനറൽ ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല നഗരസഭയ്ക്കാണെങ്കിലും മീനച്ചിൽ താലൂക്കിലെയും പരിസര താലൂക്കുകളിലെയും നിരവധി രോഗികളാണ് ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ അനുവദിക്കണമെന്നും ചെയർമാൻ സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗനിർണയത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ നിർധന രോഗികൾക്ക് വൻ സാമ്പത്തിക ഭാരം ഉണ്ടാകുന്ന ഒഴിവാക്കുവാൻ കൂടുതൽ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആശുപത്രിയിൽ മുടങ്ങാതെ വൈദ്യുതി ലഭിക്കുന്നതിന് സത്വര നടപടികൾ ഉണ്ടാവണമെന്നും ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആവശ്യം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. 33ാമത് നാഷണൽ സീനിയർ മെൻ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ചങ്ങനാശ്ശേരി സെന്റ് ബർഗ്മാൻസ് കോളേജ്, അസംഷൻ കോളേജ് എന്നിവിടങ്ങളിൽ ഡിസംബർ 26 മുതൽ 29 വരെ നടക്കും. മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം സിപ്പി എന്ന മുയലാണ്. സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തിയ മത്സരത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്ത പേരാണിത്. പേര് നിർദ്ദേശിച്ച പാലക്കാട് സ്വദേശി സുഖി ആബിദിന് 10,000 രൂപ സമ്മാനം നൽകും. രാജ്യത്തെ 20 സംസ്ഥാനങ്ങളിലെ പ്രധാന ടീമുകളെ കൂടാതെ റെയിൽവേ, സർവീസസ്, പോലീസ് ടീമുകളും മാറ്റുരയ്ക്കും. എല്ലാ
ദിവസവും രാവിലെ 7 മണിക്ക് മത്സരം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നല്ല ടീമിനെയാണ് നമ്മൾ കൊല്ലം നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ നടത്തിയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിനെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു പ്ലേസ് വരുന്നതിന് യാതൊരു സംശയമില്ല. നല്ല ടീമാണ്. പിന്നെ ഇന്ത്യൻ റെയിൽവേ ടീം വരുന്നുണ്ട്, സർവീസസ് വരുന്നുണ്ട്. ഏതാണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ ടീമുകളും വരാനുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞു. എന്തായാലും 25-ാം തീയതിയോടെ നമ്മുടെ മിക്ക ടീമുകളും എല്ലാം എത്തിക്കഴിയും. മൃദംഗ വിദ്വാൻ തലനാട് മനുവിന്റെ ഷഷ്ടിയബ്ദ പൂർത്തി ഞായറാഴ്ച പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9-ന് ഗുരുസ്മരണ നടക്കും. തുടർന്ന് തലനാട് മനുവിന്റെ ശിഷ്യന്മാർ ചേർന്ന് മൃദംഗ ലയവിന്യാസം നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 22-ാം തീയതി ഞായറാഴ്ച പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ്. രാവിലെ 9-ന് അദ്ദേഹത്തിൻ്റെ മൺമറഞ്ഞു പോയ ഗുരുക്കന്മാർക്കുള്ള ഗുരുസ്മരണയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 9:15 മുതൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വയലിനിസ്റ്റായ ശ്രീ നെല്ലായി വിശ്വനാഥ് സാറിൻ്റെ വയലിൻ കച്ചേരി ഉണ്ട്. തുടർന്ന് ശ്രീ തലനാട് മനുവിൻ്റെ ഗുരുവായ ശ്രീ പാറശാല രവി സാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മാണി സി കാപ്പന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൽ കേരളത്തിലെ പ്രശസ്തരായ കലാകാരന്മാരും ശ്രീ തലനാട് മനു പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലെ ഡയറക്ടർമാരും ആശംസ അർപ്പിക്കുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 60-ൽ പരം ശിഷ്യന്മാരും കലാകാരന്മാരും അവതരിപ്പിക്കുന്ന സംഗീതാർച്ചനയുണ്ട്. അറിയിപ്പ്: ജില്ലയിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ വനിതാ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ഈഴവ വിഭാഗത്തിന് സംവരണം ചെയ്ത താൽക്കാലിക ഒഴിവുണ്ട്. ഈഴവ വിഭാഗത്തിന്റെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. യോഗ്യത: എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. പ്രായപരിധി 25-നും 45 വയസ്സിനും ഇടയിൽ. 2 വർഷം സെക്യൂരിറ്റി സ്റ്റാഫായി സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവരായിരിക്കണം. ഡിസംബർ 31-ന് മുമ്പായി ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള കാപ്പാട് പന്നിവളർത്തൽ കേന്ദ്രത്തിലെ തേക്ക് ഉൾപ്പെടെ 37 മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി അട്ടിയിട്ടിരിക്കുന്നത് ഡിസംബർ 23 രാവിലെ 11 മണിക്ക് ലേലം ചെയ്ത് വിൽക്കും. വിവരങ്ങൾക്ക് ഫോൺ 048282352621. ഈരാറ്റുപേട്ട ICDS ഓഫീസിലെ ഉപയോഗത്തിനായി ഔദ്യോഗിക ആവശ്യത്തിനായി കരാർ വ്യവസ്ഥയിൽ കാർ അല്ലെങ്കിൽ ജീപ്പ് ലഭ്യമാക്കാൻ വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഡിസംബർ 30 ഉച്ചയ്ക്ക് 2 മണി വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9188959694. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പിന് ശ്രമം. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്തു. 4 ലക്ഷത്തിലധികം രൂപ വീണ്ടെടുത്തു. കരുതലും കൈത്താങ്ങുമായി മന്ത്രിമാർ. പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ സമാപനം. ലഭിച്ച 1675 അപേക്ഷകളിൽ 537 പരാതികൾ പരിഹരിച്ചു. വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാളിന് ഒരുങ്ങി മണിമല. ഹോളിമാഗി ഫൊറോന പള്ളിയിൽ ഡിസംബർ 31-ന് കൊടിയേറും. ബൈബിൾ കൺവെൻഷനും തുടക്കമാകും. മണ്ഡല മഹോത്സവത്തിന് ഈ മാസം 26-ന് സമാപനം. ശബരിമലയിൽ അയ്യപ്പന് തങ്ക അങ്കി ചാർത്തി മണ്ഡല പൂജ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.